ഹലോ മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നീറ്റിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കോലാഹലങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രീതിയിൽ നിങ്ങൾക്കും അത് ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടെന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്നല്ലേ? അതായത് നിങ്ങളുടെ നീറ്റിന്റെ സ്കോറുകൾ ഇത്ര അധികം കൂടിയത് കാരണം, അതിൽ വരുന്ന കുട്ടികളുടെ റാങ്കുകൾ ഇത്ര അധികം കൂടിയത് കാരണം ഇവർക്ക് എന്ത് ചെയ്യത്തില്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ MBBS-നും മറ്റ് ഡിഗ്രികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കുറയുകയാണ്. അതായത് ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ അസസ് ചെയ്തത് വെച്ച് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 650+ ഉണ്ടെങ്കിൽ മാത്രമേ 650+ ഉണ്ടെങ്കിൽ മാത്രമേ ഓൾ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഓൾമോസ്റ്റ് 660 to 670 ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു MBBS ഗവൺമെന്റ് സീറ്റുകൾ ലഭിക്കത്തുള്ളൂ, ഇപ്പോഴത്തെ നിലവിൽ വെച്ചിട്ടാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ബാക്കി പുറകിൽ വരുന്ന 600 കിട്ടിയ കുട്ടികളുണ്ട്, 550 കിട്ടിയ കുട്ടികളുണ്ട്. അപ്പൊ ഇവരൊക്കെ സ്വാഭാവികമായിട്ട് എന്തിനു പോകും? നെക്സ്റ്റ് ഒരു കോഴ്സുകളിലോട്ട് പോകും. നെക്സ്റ്റ് പ്രിഫറൻസ് വരുന്ന കോഴ്സ് ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ ആയിരിക്കും. അത്യാവശ്യം ഉള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കുമ്പോൾ അഗ്രികൾച്ചർ ആയിരിക്കും കൂടുതൽ കുട്ടികളും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അങ്ങനെ അവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 400-ഉം 460 ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം സുഖമായിട്ട് അഡ്മിഷൻ കിട്ടിയ 450 വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യത്തില്ല, ഈ പ്രാവശ്യം അഡ്മിഷൻ അഗ്രികൾച്ചറിന് കേരളത്തിൽ കിട്ടത്തില്ല. ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻ ഏതാണ്? നമ്മുടെ CUET വഴി ഐക്കറിലൂടെ അഡ്മിഷൻ എടുക്കുകയാണ്, അല്ലേടോ? അപ്പൊ ഈ CUET വഴി ഐക്കറിലൂടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്താ? നിങ്ങളുടെ ഏത് കോളേജാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഏത് കൗൺസിലിംഗ് സമയത്ത് നിങ്ങൾ എന്ത് പ്രിഫറൻസ് ഓർഡറിലാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണമെങ്കിൽ ബെസ്റ്റ് കോളേജസ് ഏതാണെന്ന് നിങ്ങൾ അറിയണം. ബെസ്റ്റ് കോളേജസ് അറിയേണ്ട ആവശ്യകത എന്താ? നിങ്ങൾ അടുത്ത 4 വർഷം പഠിക്കാൻ പോകുന്നത് ഈ ഒരു കോളേജിലാണ്. ഈ ഒരു കോളേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങളുടെ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്നത്. അതേപോലെ ഈ ഒരു കോളേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പ്ലേസ്മെന്റും കാര്യങ്ങളും ഇരിക്കുന്നത്. ഈ ഒരു കോളേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത ഫർദർ സ്റ്റഡീസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രോങ് ആക്കണം. അതായത് ഏറ്റവും നല്ല കോളേജസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ബെസ്റ്റ് കോളേജസ് ഏതാണ്? ഇന്ത്യയിലെ തന്നെ ടോപ്പ് 12 കോളേജസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പ് 12 കോളേജസ് നമ്മൾ എന്തിന്റെ ബേസിസിലാണ്? EW റാങ്കിങ്ങിന്റെ ബേസിസിലാണ്. ഇതായി കാണാൻ കഴിയുന്ന പോലെ എഡ്യൂക്കേഷൻ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റത്തിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റാങ്കിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ടോപ്പ് 12 റാങ്കിങ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മൊത്തം പറയുന്നില്ല, മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ നമുക്ക് സമയപരിമിതി കാരണം നമ്മൾ എന്ത് ചെയ്യാം, ടോപ്പ് 12 മാത്രം പറയുകയാണ്. അപ്പൊ ഈ ടോപ്പ് 12-ൽ ഫസ്റ്റ് ഓഫ് കോഴ്സ് നമ്മുടെ ICAR-ന്റെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. IARI ഡൽഹി ആണ് നമുക്ക് ആദ്യം വരുന്നത്. ഓക്കെ, ഈ IARI ഡൽഹി നിങ്ങൾ ഏത് തരം റാങ്കിങ് എടുത്താലും ഓക്കെ, NIRF റാങ്കിങ് എടുത്തോ, നമ്മുടെ ഈ EW റാങ്കിങ് എടുത്തോ, അതല്ലെങ്കിൽ നിങ്ങളുടെ IARIയുടെ തന്നെ സെപ്പറേറ്റ് റാങ്കിങ്, സോറി ICAR തന്നെ സെപ്പറേറ്റ് റാങ്കിങ് ഉണ്ട്, അതെടുത്ത് നോക്കിയോ. ഏത് റാങ്കിങ് എടുത്താലും ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ IARI എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അതും ഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. IARIക്ക് കുറെ ഹബ്ബുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിൽ ഡൽഹിയാണ് ഏറ്റവും ടോപ്പ് വരുന്നത്. ഇത് ടോപ്പ് 60 to 80 വരെ റാങ്ക് വരുന്നവർക്കായിരിക്കും എന്ത് ചെയ്യുക, IARI കിട്ടുക. ഓക്കെ, അതാണ് ആദ്യം പറയുന്നത്, ഡൽഹി. അപ്പൊ ഈ റാങ്കിങ് ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കണതെന്ന് അറിയോ? ഒന്നാമത്തത് അതിന്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. രണ്ടാമത്തത് അവിടുത്തെ ഫെസിലിറ്റീസ് ആണ്. മൂന്നാമത്തെ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് അവരുടെ എന്തുമാത്രം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എന്തുമാത്രം അവർ റിസർച്ചിൽ ആക്ടിവേറ്റഡ് ആണ്, അതൊക്കെ എല്ലാം ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് അവിടുത്തെ റിസർച്ച് ആക്ടിവിറ്റീസ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ബെസ്റ്റ് കോളേജിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ഒരുപാട് റിസർച്ചിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ അവരെടുത്ത് കൊണ്ടുവിടും. ഓക്കെ, അപ്പൊ അങ്ങനെ റിസർച്ചിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഭാവിയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് റിസർച്ച് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് പേപ്പറൊക്കെ നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫർദർ ക്വാളിഫിക്കേഷൻ നോക്കുന്നത്, ഫർദറിൽ സ്റ്റഡീസിനോട്ടും ഫർദർ പ്ലേസ്മെന്റിലോട്ടും നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി വരികയാണ്. അങ്ങനെ നെക്സ്റ്റ് രണ്ടാമത് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ലുധിയാനയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അധികം കുട്ടികൾക്ക്, മാർക്കുള്ള കുട്ടികൾക്ക് ഇവിടെ കയറാൻ കഴിയാത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫീസ് മാത്രമാണ്. ഫീസ് ഇത്തിരി കൂടുതലാണ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നാലും ഞാൻ പറയാം, ആ ഫീസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിന് വർത്ത് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് നമ്മുടെ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത് വരുന്നത് നവസാരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ്. ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ നവസാരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതും നല്ലൊരു കോളേജ് തന്നെയാണ്. കുഴപ്പമില്ലാതെ ഒരുവിധം മലയാളികളെല്ലാം മലയാളികൾ പോകുന്ന ഒരു കോളേജാണ് നവസാരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ICAR-യുടെ തന്നെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലാണ്. ഹരിയാനയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്.
ആൻഡ് 5ാമത്തെ സ്ഥാനത്ത് വരുന്നത് GB പന്ത് ആണ്. GB പന്ത് എന്ന് ഗോവിന്ദ് ബല്ലാഭ പന്ത് യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ GB പന്ത് ആയിരിക്കും. അപ്പൊ ഇത് വരുന്നത് നമ്മുടെ ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിലെ പന്ത് നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മുടെ GB പന്ത് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഇത് ഈ 5ഉം എന്താണ് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, പ്രീമിയം യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയാൻ കഴിയുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇതും. അതേപോലെ തന്നെ നമ്മുടെ ചൗധരി ചരൺ സിംഗ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി കൂടെ ഉണ്ടാകും. നമ്മുടെ 6th പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. 2 6th പൊസിഷൻ നിങ്ങൾക്ക് കാണാം. ഈ ചൗധരി ചരൺ സിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ എല്ലാ വർഷവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചില യൂണിവേഴ്സിറ്റീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ജുനാഗഡ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഗുജറാത്തിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ചൗധരി ചരൺ സിംഗ് ഹരിയാന. ഓക്കെ, ചൗധരി ചരൺ സിംഗ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഹരിയാന ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഐക്കറിന്റെ തന്നെ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഉത്തർപ്രദേശിൽ വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഓൾമോസ്റ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ബാംഗ്ലൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അല്ലെ, കുട്ടികൾ കേരളം കഴിഞ്ഞ് പിന്നെ പോകാൻ ആഗ്രഹിക്കുന്ന 2 യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നമ്മുടെ കർണാടകയിലെ ബാംഗ്ലൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴും നമ്മുടെ ഈ 2 യൂണിവേഴ്സിറ്റീസ് നമുക്ക് എന്താണ് 8ഉം 9ഉം പൊസിഷനിലാണ് കിടക്കുന്നത്. അത് നമ്മുടെ NIRF റാങ്കിങ് അടുത്ത ഈ സൈഡ് കാണുന്നത് ഇത് വെച്ച് നോക്കുവാണെങ്കിൽ 11ഉം 5ഉം പൊസിഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ബാംഗ്ലൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആനന്ദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഗുജറാത്ത്. ആനന്ദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഗുജറാത്ത് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് യൂണിവേഴ്സിറ്റി. എൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മുടെ അവിടെ കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇറ്റ് ഈസ് ഗുഡ് യൂണിവേഴ്സിറ്റി. വേറെ പ്രശ്നങ്ങളായിട്ട് ഇതുവരെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. നെക്സ്റ്റ് നമ്മുടെ സർദാർ കൃഷിനഗർ ദന്തിവാഡ. ഓക്കെ, ദന്തിവാഡ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സർദാർ കൃഷിനഗർ ദന്തിവാഡ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഗുജറാത്തിലാണ്. അതും നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. നെക്സ്റ്റ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇംഫാൽ. ഇറ്റ് ഇസ് എ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഉണ്ട്, ഡീംഡ് ഉണ്ട്, പ്രൈവറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് പോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇത് നല്ല ബെസ്റ്റ് മണിപ്പൂരിലാണ് ഇതിന്റെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോ റാങ്കിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാറുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷവും നമുക്ക് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് മോപ്പപ്പിൽ വരെ ഈ കോളേജിലോട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ആസാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ്, ദാറ്റ് ഇസ് ജോർഹത്ത്. അത് ആസാമിലാണല്ലോ. അപ്പൊ ഈ ആസാമിലുള്ള ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും എന്താണ് നമ്മുടെ ടോപ്പ് 12 വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ഇത് കൂടാതെ NIRF റാങ്കിങ് ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ICRS സെപ്പറേറ്റ് റാങ്കിങ് ഉണ്ട്. ആ ലിസ്റ്റുകൾ ഞാൻ വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഫറൻസ് ഓർഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാർക്കിനനുസരിച്ച് വേണം നിങ്ങൾ പ്രിഫറൻസ് ഓർഡർ സെലക്ട് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ നീറ്റിൽ നിങ്ങൾ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്നത് പോലെ, അതായത് നീറ്റിൽ ഇപ്പോൾ ആഗ്രഹിക്കുമ്പോൾ ആദ്യം കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ഇങ്ങനെ കൊടുത്തു പോകുന്നത് പോലെ അല്ല. അതായത് ബെസ്റ്റ് കോളേജസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ലഭിച്ചെന്ന് വരത്തില്ല. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോട് നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴത്തെ ചാനൽസ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിംഗിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പേഴ്സണലൈസ് കൗൺസിലിംഗിന് താല്പര്യം ഉള്ളവർ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, കമന്റ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ച് മുമ്പോട്ട് പോകാം. ആ കുട്ടികളെയൊക്കെ ഞങ്ങൾ തന്നെ മൊത്തം സഹായിക്കുന്നതായിരിക്കും. അവരുടെ നമ്മുടെ പ്രിഫറൻസ് ഓർഡർ സെലക്ട് ചെയ്യുന്നതിലാണെങ്കിലും, അവരുടെ മെന്റർഷിപ്പ് ആണെങ്കിലും, സീനിയേഴ്സുമായിട്ട് അവരുടെ മെന്റർഷിപ്പ് ആണെങ്കിലും, അതേപോലെ തന്നെ കോളേജിൽ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള അസിസ്റ്റൻസിലാണെങ്കിലും, അങ്ങനെ പല കാര്യങ്ങളിലോട്ടും ഞങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് ഈ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ഇതും വയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. അതായത് അവർ ഇതുമായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് നടത്തേണ്ട ആവശ്യം വരത്തില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തന്നെ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിംഗിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മാക്സിമം സ്ട്രെസ് ഒഴിവാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അതായത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്തു വരുവാണ്. അപ്പം കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, കുട്ടികളുടെ പാരൻസിന്റെ ഭാഗത്തു നിന്നാണ് അതിൽ കൂടുതൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട്, അവർക്ക് ഉണ്ടായ തെറ്റുകൾ പറഞ്ഞുകൊണ്ട്, അത് അങ്ങനെ ഒരുപാട് കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ കുട്ടികൾ എന്ത് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു, വീണ്ടും ഒന്നുകൂടെ എഴുതേണ്ടി വന്നു. അപ്പം ആ ഒരു പ്രശ്നങ്ങൾ ഈ പ്രാവശ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണലൈസ് കൗൺസിലിംഗ് ആയിട്ട് തന്നെ ഈ പ്രാവശ്യം ഇറക്കുന്നത്. അപ്പൊ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക,
ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.